ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ലിറ്റിൽ ഹാർട്ട്. അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഡെസ്കൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തെന്ന് ചിലവർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇത് കണ്ടോ, നേരത്തെ ഒരു ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ കോലാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ ഡെസ്ക് ഇന്ന് മേക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇപ്പം ഡെസ്ക് എല്ലാവരും കണ്ടോളൂ, ഇതാണ് എൻ്റെ ഡെസ്ക്. അപ്പോൾ ഇനി നമ്മൾ മേക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാവും നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെയുള്ള പരിപാടി ഇതൊക്കെ ഒതുക്കിയും പറക്കിയൊക്കെ വെക്കലാണ്. പിന്നെ ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചിട്ട് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ക്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഇവിടെ ഇട്ടുന്ന എല്ലാം നമ്മളെടുത്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെയുള്ള പരിപാടി നമുക്ക് വാൾ പോസ്റ്റേഴ്സൊക്കെ പറിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഞാനിതെല്ലാം ഓരോന്നായിട്ട് ഇനി ഇളക്കിയെടുക്കുന്നുണ്ട്. ഈ വാൾ പോസ്റ്റേഴ്സൊക്കെ പേപ്പർ ടേപ്പ് കൊണ്ടാണ് ഒട്ടിച്ചിരിക്കുന്നത്. പെയിൻ്റ് ഇളവാണ്ട് പതുക്കെയാണ് ഞാൻ ഇളക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ വാൾ പോസ്റ്റേഴ്സൊക്കെ ഇളക്കിയെടുത്തു. ഇനി ഉള്ളത് ഫെയറി ലൈറ്റാണ്. അപ്പോൾ ഫെയറി ലൈറ്റൊക്കെ നമ്മൾ ഇവിടെ നിന്ന് ഊരി മാറ്റുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചെവലുള്ള എല്ലാം ഇളക്കി മാറ്റിയപ്പോൾ ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ ആയിപ്പോയി. കാണുമ്പോൾ തന്നെ എന്തോ പോലെയാണ് തോന്നുന്നത്. ഇനി നമുക്ക് ഡെസ്കിലിരിക്കുന്നതെല്ലാം ഒന്ന് പറക്കി മാറ്റാം. അപ്പോൾ ഓർഗനൈസേഴ്സൊക്കെ നമ്മളിവിടെ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ വിളിച്ചിട്ടുള്ളത് ക്ലോത്താണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇതൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ടേബിളിൻ്റെ അവസ്ഥ ഇതാണ്. ഇനി നമുക്ക് ഇവിടേക്ക് ഒന്ന് പൊടിയെല്ലാം ഉണ്ട്, അതൊക്കെ ഒന്ന് തുടച്ചെടുക്കാം. അപ്പോൾ ഞാൻ തുടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പതിയെ തുണികളൊക്കെ വിരിച്ച് ഇവിടെ ഫുള്ള് സെറ്റാക്കാം. അപ്പോൾ ഞാൻ ക്ലോത്തൊക്കെ അതുപോലെ വിരിച്ചിട്ടുണ്ട്. ക്ലോത്ത് വിരിക്കുമ്പോഴാണ് ഒരു ഐശ്വര്യം വരുന്നത്. പിന്നെ ഞാൻ നോക്കുന്നത് എൻ്റെ ബുക്ക് ഹോൾഡറാണ്. പിന്നെ ഇതെനിക്ക് അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഇത് ഞാൻ വെക്കുന്നുണ്ട്. ഇരുന്ന സ്ഥലത്ത് തന്നെയാണ് കേട്ടോ വയ്ക്കുന്നത്. പിന്നെ ഇതൊരു വലിയ ഡെസ്ക് മേക്കോറായിട്ട് ആരും കാണരുത്. ഇതൊരു ചെറിയ ഡെസ്ക് മേക്കോറാണ്. പിന്നെ ഫസ്റ്റ് ഇരുന്നേക്കാട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ച് തിരിച്ചൊക്കെ വെച്ച് നോക്കുന്നുണ്ടാണ് എന്താണ് ശരിയാവുന്നൊക്കെ. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് ആദ്യത്തെ ഡെസ്ക് മേക്കോറാണ് കേട്ടോ ഇത്. അതിന് മുന്നേ ഒരുപാട് ഡെസ്ക് മേക്കോറൊക്കെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഒരു പുതിയ സംഭവം കൂടി നമ്മുടെ ഡെസ്കിലേക്ക് വരുന്നുണ്ട്. ഇത് എന്താണെന്ന് വെച്ചാൽ പെഗ് ബോർഡാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് ഉണ്ടാക്കാനൊക്കെ ഈസിയാണ്. ഞാൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് നമുക്കിനി വാളിൽ അവിടെ വെക്കണം. അപ്പോൾ ഗായ്സ്, ഞാൻ പെഗ് ബോർഡ് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ഇനി ഇതിൽ ചെറിയ ചെറിയ പണികളൊക്കെ ചെയ്യാനുണ്ട്. പേപ്പർ ഒട്ടിക്കുക, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പണികൾ. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്യണം. പിന്നെ ഗൈസ്, ഓരോ തവണ ഡെസ്ക് മേക്കോർ ചെയ്യുമ്പോൾ ഓരോരോ ഓർഗനൈസറിനെ ഇങ്ങനെ ഉണ്ടാക്കി കൂട്ടുമായിരുന്നു. അതായിരുന്നു ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ കുറേ ഓർഗനൈസർ ഇപ്പോൾ ഉണ്ട്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഇതെല്ലാം ഞാൻ വെച്ചിരിക്കുന്നത്. പിന്നെ ഇപ്പോഴും അത്ര വലിയ ഡെസ്ക് മേക്കോറൊന്നും ആയിട്ടില്ല. മുന്നേ വെച്ചതൊക്കെ തന്നെ മാറ്റി തിരിച്ചൊക്കെ വെച്ചു. ആകെയുള്ളൊരു വ്യത്യാസം ഇതിൽ പെഗ് ബോർഡ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഓർഗനൈസർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ചെയ്ത ഹെൽമെറ്റൊക്കെ ഉണ്ടാക്കിയ വാഷി ടേപ്സൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ താഴത്തെ ഈ ഒരു ഇതുപോലെ പെൻ ഹോൾഡർ പോലെയാണ് ഉദ്ദേശിച്ചത്. അതിനകത്ത് ഇതുപോലെ സ്കെച്ചൊക്കെ ഇട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ വാഷി ടേപ്പ് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഒറ്റക്കൈയിൽ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ഷേക്കിംഗ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഒന്ന് ക്ഷമിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ഈ ഒരു തൂക്കിയിടുന്ന പോലത്തെ ഇതുപോലൊരു കൊളുത്തുണ്ടല്ലോ, ആ ഒരു കൊളുത്തിൽ നമ്മുടെ കീ ചെയിൻസ് ആണത് തൂക്കിയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് എല്ലായിടത്തും മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇങ്ങനെ ഓരോ പല വിധത്തിൽ മാറ്റിയൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. എങ്ങനെ വെക്കണം നമുക്ക് അപ്പോഴല്ലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ ഞാൻ ഈ പെൻ ഹോൾഡറിൽ ഇരുന്ന എല്ലാ സാധനങ്ങളും ഇതുപോലെ ഈ ഒരു പെൻ ഹോൾഡറിലോട്ട് ആക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പെൻ ഹോൾഡറും വെറുതെ ആയി. അതിനുശേഷം ഞാൻ ഈ പെൻസിൽ കളർ എല്ലാം ഈ ഒരു രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ രണ്ട് സ്പേസ് ഉണ്ട്. അതിനകത്ത് രണ്ടാമത്തെ സ്പേസിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം കേൾക്കുന്നെങ്കിൽ അതൊന്ന് ക്ഷമിച്ചേക്കണേ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇനി വല്ലോ ചേഞ്ചസും വരുത്തുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ ഞാൻ ഇതിനകത്തിരുന്ന വാഷി ടേപ്പൊക്കെ എടുത്ത് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ കാലിയായപ്പോൾ ഇതിനകത്ത് കുത്തി നിറഞ്ഞിരിക്കുന്നതൊക്കെ എടുത്ത് ഇങ്ങോട്ട് മാറ്റാം. നല്ല ഇവിടെ അറേഞ്ച് ചെയ്ത് ഇങ്ങനെ അടുക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ബോറടിക്കുന്നോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണോ, ഇതൊക്കെ എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യുക. അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് അതിന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ ഈ ഡ്രോയിൽ ഈ വാഷി ടേപ്പൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അറേഞ്ചൊക്കെ ചെയ്ത് ഇവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി മറിച്ചൊക്കെ വെച്ചിട്ടാണ് ഈ ഡെസ്ക് ഒന്ന് സെറ്റാക്കിയത്. പിന്നെ ഈ സൈഡിൽ അതിൻ്റെ കലണ്ടറും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനിയും ചെറിയ ചില്ലറ പണിയൊക്കെ വരുത്തിയിട്ട് നമുക്ക് കാണാം.
അപ്പോൾ ഇതുപോലെ നമ്മൾ ഡെസ്കിലൊക്കെ എല്ലാം വെച്ച് സെറ്റ് ചെയ്തു. ഈ വാൾ പോസ്റ്റേഴ്സും ഫെയറി ലൈറ്റും അങ്ങനെ കുറച്ച് പരിപാടികളും കൂടി ഉണ്ട്. അതിനിടയിൽ ഞാൻ ഈ 2 ഓർഗനൈസറിലും സ്റ്റിക്കറും കൂടി ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ചുവര് ഒട്ടിക്കാനൊക്കെ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നായിട്ടും ചുവരിൽ അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഏതാണെന്ന് ഇങ്ങനെ സെലക്ട് ചെയ്ത് ഒട്ടിക്കണം. അപ്പോൾ കുറച്ച് പാടാണ്. ഇനി താഴോട്ട് ഒട്ടിക്കണം മുകളിലോട്ട് ഒട്ടിക്കണം പൊസിഷനൊക്കെ ഇങ്ങനെ നോക്കുന്നുണ്ട്.